ഹലോ, നമുക്കിന്ന് ഇൻസ്റ്റയിലൊക്കെ വൈറലായ മത്തി പൊരിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കണ്ട കേട്ടോ. ഇപ്പോഴേ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓണാക്കി ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ചെറിയ ഉള്ളി ചതച്ചത് കുറച്ചിടണം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് ചെറിയ തീയിൽ, വളരെ ചെറിയ തീയിൽ മിക്സ് ചെയ്ത്, മസാല എല്ലാം കരിഞ്ഞു പോകും കേട്ടോ. ചെറിയ തീയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് കുറച്ച് കുറുകി വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ചാളമീൻ ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഉപ്പ് ഇടാൻ മറക്കരുത്. ഉപ്പും കൂടെ ഇട്ടിട്ട് ചാളമീൻ, എനിക്ക് കിട്ടിയത് ചെറിയ ചാളമീനാണ് കേട്ടോ. അതുകൊണ്ട് അത്ര ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അത് മൊത്തം പിറക്കി അടുക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ചെറു തീയിൽ തന്നെ ഇതിങ്ങനെ വറ്റിച്ച് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മൂത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് കഴിക്കാമേ. അപ്പോൾ കുറച്ച് ചോറ്, റേഷൻ ചോറാണ് കേട്ടോ നമുക്കിവിടെ ഉള്ളത്. ചോറ്, പിന്നെ ഇച്ചിരി കിഴങ്ങ് കറി വെച്ചത്, മീൻ കറി, അയല മീനാണ്, അയല മീൻ കറി വെച്ചത്. ഇനി നമ്മളെ സ്പെഷ്യൽ ഐറ്റം മത്തി പൊരിച്ചത്, അതും കൂടെ എടുത്ത് വയ്ക്കാം. ഇനി കുറച്ച് അടമാങ്ങ അച്ചാറും കൂടെ എടുക്കാം. അപ്പോൾ നമുക്കിനി ഒന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടോയെന്ന്. എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തത് പുളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇച്ചിരി എരിവ് എനിക്ക് കൂടിപ്പോയി കേട്ടോ. പിന്നെ അടിപൊളിയാണ്, കൊള്ളാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.